കോംപ്ലിമെന്റ്സ് ആർക്കാ ഇഷ്ടമല്ലാത്ത അല്ലേ? നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളൊരു ദിവസം ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയണ്ട അവനെ കാണാൻ എന്തൊരു ഗ്ലാമറാണ്, അവളെ കാണാൻ എന്തൊരു ഗ്ലാമറാണ്. ഇത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ ഫിസിക്കൽ ക്വാളിറ്റീസ്, അവരുടെ വേ ഓഫ് ഡ്രസ്സിങ്, അവരുടെ ഫിസിക്കൽ പ്രസൻസ്, അവർ കൊണ്ടു നടക്കുന്ന വണ്ടികൾ, ഇതൊക്കെ നോക്കിയാണ് നമ്മളവരെ മൊത്തമായിട്ട് ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ആക്ച്വൽ കോംപ്ലിമെന്റ് ആണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. കാരണം വേറൊരു രീതിയിലുള്ള കോംപ്ലിമെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടറിന് കിട്ടുന്ന കോംപ്ലിമെന്റ്, നിങ്ങളുടെ ബിഹേവിയറിന് കിട്ടുന്ന കോംപ്ലിമെന്റ്, ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ യു, ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന വലിയൊരു ക്വാളിറ്റിയാണത്, അതിന് കിട്ടുന്ന കോംപ്ലിമെന്റ്. ഇതൊക്കെ നമ്മുടെ എപ്പോഴും മാറാത്ത ക്വാളിറ്റീസിലുള്ള കോംപ്ലിമെന്റ് ആണ്. അതൊരിക്കലും മാറാൻ പോകുന്നത്. ഞാൻ ക്യാരി ചെയ്യുന്ന എൻ്റെ കുറെ ക്യാരക്ടേഴ്സും എൻ്റെ കുറെ ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും മാറാം. എൻ്റെ കാറ് മാറാം, എൻ്റെ സൗന്ദര്യം മാറാം, എൻ്റെ ഡ്രസ്സിങ് മാറാം, എല്ലാം മാറാം. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിമെന്റ്സും ഇല്ല, അവിടെ തീർന്നു. അപ്പോ അങ്ങനത്തെ കോംപ്ലിമെന്റ് കിട്ടുവാണെങ്കിൽ നേരെ ഇവിടെ വെക്കുക, എന്നിട്ടൊന്ന് റീപ്രോസസ് ചെയ്യുക, എന്നിട്ട് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റുക. നമ്മുടെ ക്വാളിറ്റീസിന് കിട്ടുന്ന, റിയൽ ക്വാളിറ്റീസിന് കിട്ടുന്ന കോംപ്ലിമെന്റ്സ് എപ്പോഴും ധൈര്യമായിട്ട് ഇവിടെ വെച്ചു.